പ്രമുഖ വിദ്യാഭ്യാസ പരിഷ്കർത്താവും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പണം ഗ്രന്ഥാലയം കലാസമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അധ്യാപക സംഘടനയുടെ സമുന്നത നേതാവ്, പരിസ്ഥിതി പ്രവർത്തകൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരണമായ യുറീക്കയുടെ മുൻ മാനേജർ, സോഷ്യലിസ്റ്റ് ചിന്തകൻ എന്നീ നിലകളിൽ വടകരയുടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന പി ബാലൻ മാസ്റ്ററുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതുപ്പണം ഗ്രന്ഥാലയം കലാസമിതിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത്. പാലോളിപ്പാലം ചീനം വീട് UP സ്കൂളിൽ നടന്ന പരിപാടി പ്രമുഖ ചിത്രകാരൻ ഡോക്ടർ KN ഗണേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാഷ്ട്രീയ ചർച്ച എന്ന് പറഞ്ഞാൽ അത് സമൂഹ മാറ്റത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത ചിന്താ പദ്ധതികൾ തമ്മിലുള്ള ചർച്ചയാണോ നടക്കുന്നത്? അങ്ങനെ ആരെങ്കിലും നടത്തുന്നുണ്ടോ? അതോ അത് കേവലമായ വിദ്വേഷത്തിന്റെ പകയുടെ രാഷ്ട്രീയം? നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. അപ്പോ ഒരു പ്രത്യേക നിലപാട് കൈക്കൊള്ളുന്ന ഒരാളെ, അയാളെ കൊള്ളാവുന്നവൻ കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞ് ചാപ്പ കുത്തി അയാളൊക്കെ പ്രത്യേക രീതിയിൽ അയാളെ താറടിച്ച് അയാളുടെ ഒരു പുറത്തൊരു പേസ്റ്റ് ഒട്ടിച്ച് അവിടെ തേച്ചൊട്ടിക്കുന്ന രീതിയാണ് വളർന്നു വരുന്നത്? അതോ അയാളുടെ ആശയങ്ങൾ എങ്ങനെയാണ് സംവദിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധയപ്പെടുത്തും. ഇത് മുൻകാലഘട്ടങ്ങളിൽ ഇപ്പൊ കോൺഗ്രസ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ആശയ സംഹിതകൾ തമ്മിലുള്ള ഗാന്ധിസമാണോ, ഇപ്പൊ നെഹ്റുവിന്റെ സോഷ്യലിസമാണോ പ്രധാനം, അതോ EMSന്റെയോ മറ്റും സോഷ്യലിസമാണോ പ്രധാനം? ഒരു കാലഘട്ടത്തിലെ ചർച്ചയാണ് ഞാൻ പറഞ്ഞത്. സോഷ്യലിസ്റ്റ് പാറ്റേൺ എന്നുള്ളതാണോ പ്രധാനം, അത് നെഹ്റുവിന്റെ പ്രയോഗം, അതോ സോഷ്യലിസ്റ്റ് പരിവർത്തനം എന്നുള്ളതാണ് ഏതിനാണ് പ്രാധാന്യം? ഇതൊരു ചർച്ചയാണ്. അതിനെപ്പറ്റി അഭിപ്രായ ഭിന്നതകളുണ്ടാവും, ചർച്ച നടക്കും. പക്ഷെ ഒരാൾ സോഷ്യലിസ്റ്റ് പരിവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഉടനടി തേച്ചൊട്ടിക്കുന്ന പരിപാടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ വ്യക്തിഗത ശേഖരത്തിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ കുടുംബാംഗങ്ങൾ പുതുപ്പണം ഗ്രന്ഥാലയം കലാസമിതിക്ക് കൈമാറി. ഗ്രന്ഥാലയം പ്രസിഡന്റ് PK നാരായണൻ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. മണലിൽ മോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ B സുരേഷ് ബാബു, P ഹരീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു. P രാജൻ സ്വാഗതവും T രേഷ്മ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.